നമ്മളിന്ന് പുനർജനി നൂഴാൻ പോവാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി അഥവാ ഗുരുവായൂർ ഏകാദശി, ആ നാളിലാണ് പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. പുലർച്ചെ മേൽശാന്തിയും പുനർജനി നൂഴുന്നവരും ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഗുഹാമുഖത്തേക്ക് പോകും. കാൽനടയായി ഗുഹാമുഖത്തെത്തി അവിടെ പ്രത്യേകം പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. ഇനി പുനർജനി നൂഴൽ എന്താണെന്നറിയാത്തവർക്കായി ശ്രീ വില്ലോദിനാഥ ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ കിഴക്കായി വില്ലോമലയിലാണ് പുനർജനി സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരശുരാമൻ 21 വട്ടം നിഗ്രഹം ചെയ്ത ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മമെടുത്ത് പാപമുക്തി നേടാൻ കഴിയില്ല എന്നതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണികഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ. പ്രേതാത്മാക്കൾ ഓരോ പ്രാവശ്യവും ഗുഹ നൂഴുമ്പോഴും ഓരോ ജന്മത്തെ പാപമോക്ഷം ലഭിക്കുന്നു എന്നാണ് ഐതിഹ്യം. ദേവന്മാരും ബ്രാഹ്മണന്മാരും പുനർജനി നൂഴുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി നാളിലാണ്. മറ്റു ദിവസങ്ങളിൽ ഗുഹ നൂഴുന്നത് പ്രേതാത്മാക്കളാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രം ഇവിടെ പുനർജനി നൂഴുന്നത്. അത്യന്തം ദുഷ്കരവും ഇടുങ്ങിയതുമായ വഴിയിലൂടെ ഇരുന്നും നിന്നും നിരങ്ങിയും മലർന്നു കിടന്നും കമിഴ്ന്നു കിടന്നും നീങ്ങിയും മറ്റും വേണം ഗുഹയിലൂടെ പുറത്തെത്തുവാൻ. ഞങ്ങൾ പിന്നെ പുനർജനി നൂന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേ വഴിയിലൂടെ നടന്ന് അമ്പലത്തിലെത്തി. പിന്നെ അമ്പലക്കുളത്ത് പോയി കുളിച്ച് ശുദ്ധിയായി തൊഴുകാൻ പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. അറിഞ്ഞും പറയാതെയും ചെയ്ത എല്ലാ പാവങ്ങളിൽ നിന്നും മോക്ഷം കിട്ടി എന്ന വിശ്വാസത്തോടെ വീട്ടിലേക്ക് തിരിച്ചു.